പരട്ടം പഠിക്കണേ. കല്യാണം നടക്കില്ല. ലഗ്നത്തിൽ പ്രശ്നം കാണുന്നുണ്ട്. എന്തായി കാണിക്കണേ? അല്ല തിരുമേനി ധൃതി വെച്ചിറങ്ങിയപ്പോഴേ ഇടാൻ മറന്നു. എടാ അക്ഷരാഭ്യാസം എന്ന വാനരന്മാരെ, ജ്യോതിഷത്തിൽ ലഗ്നം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുന്ന രാശിയാണ്. അതായിരുന്നു ഞാൻ കരുതി. പണിക്കര് തിരുമേനി, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അടുത്ത മാസം എൻ്റെ അച്ഛൻ്റെ കല്യാണമാണ്. അതിന് മുന്നേ എൻ്റെ കല്യാണം നടക്കണം. അല്ലെങ്കിൽ വല്ല മുട്ടയിലും കൂടോത്രം ചെയ്ത് അച്ഛൻ്റെ കല്യാണം മുടക്കണം. ആരുടെ മുട്ട? നിന്റെ അച്ഛനെ മുട്ടില്ല. ഏപ്പിയാ മുട്ട കൂടുതലൊന്നും ഞാൻ ചെയ്യില്ല. ഒരു മുട്ട നോൺ വെജ് അല്ലേ, ഇവരതിലൊന്നും ചെയ്യൂല. തിരുമേനി മുട്ട വേണമെന്നില്ല, നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലെങ്ങാനും ചെയ്താലോ? ഇല്ല, ഈ കബഡിപ്പണിയെടുത്തിന്റെ ഉരുളക്കിഴങ്ങ് അടിച്ച് പൊളിക്കും. തിരുമേനി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഒരു വഴിയുണ്ട്. നമുക്ക് അറ്റാക്ക് ഒന്നും അഭിനയിച്ചിട്ടേ ഒരു സെന്റിമെന്റ് ഞാൻ പിടിച്ചാലോ? ബെസ്റ്റ്. എൻ്റെ ശവടക്കം കഴിഞ്ഞ് അങ്ങനെ നേരെ പോയി കല്യാണം കഴിക്കും. എന്റെ തിരുമേനി ഈ തേഞ്ഞുട്ടി ഐഡിയ അല്ലാണ്ട് കബഡി നിർത്തി നല്ലൊരു ഐഡിയ പറ. ഇനി ഇവന്റെ ജാതകം വെച്ചട്ടെ ഈ കബഡി നിർത്തിയാലേ ഈ കബഡി എന്നെ അന്തേക്ക് വിളിക്കും. ഇമാതിരി തൊലിഞ്ഞൊരു ജാതകം എന്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല. തിരുമേനി ഭാഷ മാറിയേക്കണു. ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഒരു വഴിയുണ്ട്. അച്ഛന്റെ പ്രതിഷ്ഠിത വധുവിന് ഒരു അമ്മ കാണിക്കില്ലേ, അവരെ അങ്ങ് വളച്ച് കയ്യിലെടുക്കുക, എന്നിട്ട് കെട്ടുക. ചേട്ടോ നാറിപ്പണിക്കരെ, ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയരുത്. കബഡി അയ്യോ എന്റെ പിത്ത. അല്ലടാ, 35 വയസ്സായിട്ടും ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കാത്ത, ജോലിയും കൂലിയും ഇല്ലാത്ത, മൂക്കി പല്ല് വന്ന നിനക്കൊക്കെ 18 വയസ്സുള്ള പെണ്ണിനെ കൊണ്ട് തരാടാ. അല്ലെങ്കിൽ എന്റെ മമ്മിതാ കഴിച്ചു കിട്ടാനേ എന്റെ മുട്ടയിൽ ഞാൻ കൂടെ തിരിച്ചു തരാടാ. എൻ്റെ മുട്ടയിൽ കൂടോത്രം. ഓ നന്നായി വരട്ടെ. പരട്ടം പണിക്കരെ. എന്റെ കബഡി നേരങ്ങളെ